സർ, ഞാൻ ഈ അവിശ്വാസ പ്രമേയത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ്. കേരളത്തിലെ ഒരു സർക്കാരും ഇന്നേ വരെ രാജ്യദ്രോഹ കേസിന് അന്വേഷണ വിധേയരാവേണ്ട അവസ്ഥയിലേക്ക് മാറിയിട്ടില്ല. ഏലംകുളം മനക്കലെ ശങ്കരൻ നമ്പൂതിരിപ്പാട് തൊട്ട് ഉമ്മൻചാണ്ടി വരെയുള്ളവരുടെ ഭരണകാലയളവിൽ എന്തെല്ലാം ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ടപ്പോഴും NIA കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന്റെ പടിയും കടന്ന് അകത്തേക്ക് വരുന്ന സാഹചര്യം ഒരാളും ഉണ്ടാക്കിയിരുന്നില്ല എന്നുള്ളത് ഈ ന്യായീകരണ തിലകങ്ങൾക്കൊന്നും അറിയാഞ്ഞിട്ടല്ല, പക്ഷെ പാർട്ടി പറയുന്നതിനപ്പുറം പാടാൻ ആർജവമില്ലാത്തവരായി മാറിയത് കൊണ്ടാണ് ഇങ്ങനെ വന്ന് ന്യായീകരിക്കേണ്ടതായിട്ട് വരുന്നത്. സാർ, ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്ന കേസിന്റെ ഉറവിടമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിയിരിക്കുകയാണ്. സാർ, മുഖ്യമന്ത്രിയുടെ എല്ലാമായ ഗവർണറെ കാണാൻ പോകുമ്പോൾ പോലും മുഖ്യമന്ത്രി കൂടെ കൂട്ടിയിരുന്ന, സത്യപ്രതിജ്ഞക്ക് പോകുമ്പോൾ പോലും മുഖ്യമന്ത്രി കൂടെ കൂട്ടിയിരുന്ന സർവാധികാരിയായ കമാൻഡർ ഇൻ ചീഫിനെ ഇത്ര ഗുരുതരമായ ഒരു കേസിൽ ഇവിടെ സംശയത്തിന്റെ മുൾമുനയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ ബോധ്യപ്പെടുന്ന ഇടപെടലുകളുടെ കാരണക്കാരനായി മാറിയിരിക്കുകയാണ്. സാർ, ഒരു ഗവൺമെന്റിന്റെയും മറ്റുമൊക്കെ പേരിൽ ഇപ്പോഴും വലിയ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ സ്വന്തം പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രതികൾക്ക് ഉണ്ടാക്കി കൊടുത്ത സൗകര്യങ്ങളുടെ നീണ്ട പട്ടിക ഓരോ ദിവസവും പുറത്തു വന്നിട്ടും അതിൽ തനിക്കൊന്നും പങ്കില്ല എന്ന് മാത്രം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആളുകളോട് ഒന്നേ പറയാനുള്ളൂ: കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമില്ലാത്തത് പിണറായി വിജയന് മാത്രമാണ് എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യായീകരണങ്ങൾ മുഴുവൻ ഏറ്റവും ഉന്നതമായ അധികാരത്തിൽ ഇരിക്കുന്ന ആളുകൾ തന്നെ ഇത്തരത്തിലുള്ള അഴിമതിക്കും അതുപോലെ തന്നെ സ്വർണ്ണക്കള്ളക്കടത്തിനും കൂട്ടുകച്ചവടത്തിനും എല്ലാം നേതൃത്വം നൽകിയിട്ട് അത് ഓരോന്നായി പുറത്തു വരുമ്പോൾ പുകമറയുടെ ഉത്തരവാദിത്വം ദയവായി പ്രതിപക്ഷത്തെ ഏൽപ്പിക്കരുത്. കാരണം ഞങ്ങളല്ല സ്വപ്ന സുരേഷിന് തളികയിൽ ജോലി വെച്ച് കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിനകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്തൊക്കെ കയറാൻ കഴിയാവുന്ന സ്വാധീനം ഉണ്ടാക്കി കൊടുത്തത് എന്നുള്ളത് നിങ്ങൾക്കും അറിവുള്ള കാര്യമാണ്. എങ്ങനെയാണ് സ്വപ്ന സുരേഷ് ഈ ഗവൺമെന്റിനകത്തേക്ക് വന്നത്? സാർ, സ്വപ്ന സുരേഷിനെ ജോലിക്ക് എടുക്കണമെന്ന് കൺസൾട്ടൻസിയോട് നിർദ്ദേശിക്കുന്നത് ഈ ശിവശങ്കർ തന്നെ. ആ ശിവശങ്കർ വഴി തന്നെ ഇവിടെ ജോലിക്ക് അവർ കയറുന്നു. ആ ശിവശങ്കർ വഴി തന്നെ അവർക്ക് ഫ്ലാറ്റ് പോലും ഏർപ്പെടുത്തി കൊടുക്കുന്നു. ആ ശിവശങ്കർ വഴി തന്നെ അവർക്ക് സ്പേസ് പാർക്കിൽ നിയമനം കൊടുക്കുന്നു. ആ ശിവശങ്കറിനൊപ്പം തന്നെ അവർ UAE സന്ദർശനം നടത്തുന്നു. ആ ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരം തന്നെ അവർക്ക് ചാർട്ടേഡ് അക്കൗണ്ടിനെയും ലഭിക്കുന്നു. ആ ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരം തന്നെ അവര് ലഭിക്കുന്ന അഴിമതി പണം അതത് ഇടങ്ങളിൽ നിക്ഷേപിക്കുന്നു. ആ ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരം തന്നെ അവർ ഈ കള്ളത്തരങ്ങൾക്കൊക്കെ കൂട്ടു നിൽക്കുമ്പോൾ ആ ശിവശങ്കറിന് ഒരേ ഒരു ഗോഡ് ഫാദറേ ഉള്ളൂ, അത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയാവുന്ന വസ്തുതയാണോ? സർ, ഞാൻ ഒറ്റ കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ അവിശ്വസിക്കുന്നവരിൽ കേരളത്തിലെ ചെറുപ്പക്കാരുടെ, പതിനായിരക്കണക്കിനായ ചെറുപ്പക്കാരുടെ തൊഴിൽ സ്വപ്നങ്ങളെ സംബന്ധിച്ചുള്ള വേദനകൾ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. സാർ, കേരളത്തിലെ മുഴുവൻ ചെറുപ്പക്കാർക്കും സ്വപ്നയാവാൻ കഴിയില്ല കേരളത്തിലെ സർക്കാർ സർവീസിൽ കയറാൻ. കേരളത്തിലെ മുഴുവൻ ചെറുപ്പക്കാർക്കും കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ സഹോദരനാവാൻ കഴിയില്ല. കേരളത്തിലെ മുഴുവൻ ചെറുപ്പക്കാർക്കും ആനത്തല വട്ടമാനന്ദന്റെ മകനാവാൻ പറ്റില്ല. കോലിക്കോട് കൃഷ്ണൻ നായരുടെ മകനാവാൻ പറ്റില്ല. MM ലോറൻസിന്റെ ബന്ധുവാവാൻ പറ്റില്ല. K വരദരാജന്റെ മകനാവാൻ പറ്റില്ല. ഈ ചെറുപ്പക്കാരുടെ മുഴുവൻ ചിറ്റപ്പൻ സാർ ജയരാജൻ മന്ത്രിയല്ല സാർ. ഈ ചെറുപ്പക്കാരുടെ മുഴുവൻ, അവരുടെ മുഴുവൻ ബന്ധുവായി KT ജലീലിനെ പോലൊരു മന്ത്രിയില്ല. ഈ ചെറുപ്പക്കാരുടെ മുഴുവൻ അച്ഛനല്ല കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മന്ത്രി. ഈ ചെറുപ്പക്കാരുടെ വേണ്ടപ്പെട്ടവർ അവരാരും കേരളത്തിന്റെ മന്ത്രിസഭയിലില്ല. അവരാരും കേരളത്തിന്റെ മന്ത്രിസഭയിലെ സ്റ്റാഫ് അംഗത്തിന്റെ ഭാര്യമാരല്ല. അവരാരും സമ്പത്തിനെ പോലുള്ള തോറ്റ MP-മാരുമല്ല. PSC പരീക്ഷ പഠിച്ചു പാസ്സായി ഒരു ജോലിക്ക് വേണ്ടി കാത്തിരുന്നവരെ നോക്കുകുത്തിയാക്കിയിട്ട് പിൻവാതിൽ നിയമനങ്ങളുടെ ഘോഷയാത്ര നടത്തിയ ആളുകൾ ഈ ഗവൺമെന്റിൽ കേരളത്തിന്റെ പ്രതിപക്ഷത്തിന് അവിശ്വാസം രേഖപ്പെടുത്താനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശമില്ല എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ യുവത്വം അംഗീകരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? PSC ചെയർമാൻ ചോദിച്ചത് ബക്കറ്റിൽ ജോലി എടുത്തു വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ചെറുപ്പക്കാർക്ക് ബക്കറ്റിൽ ജോലി എടുത്തു വെച്ചിട്ടില്ലെങ്കിൽ PSC ചെയർമാന്റെ ബക്കറ്റിൽ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിലെടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ സ്വപ്ന സുരേഷിന് തൊഴിലെടുത്ത് വെച്ച ബക്കറ്റ് പിന്നെ ക്ലിഫ് ഹൗസിലായിരുന്നോ എന്നുള്ളത് കേരളത്തിലെ
ചില ചെറുപ്പക്കാർ ചോദിക്കുകയാണ്, സാർ ഞാൻ ഒരു കാര്യം പറയാം, വിമർശനങ്ങളോട് ഇത്ര അസഹിഷ്ണുത പാടില്ല. നിങ്ങൾ ഇപ്പുറത്തിരിക്കുമ്പോ ഇതിലും കടുത്ത ഭാഷയിൽ, മാന്യത കെട്ട ഭാഷയിൽ നിങ്ങൾ ഇവിടെ മുൻ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ വരെ ആക്ഷേപിക്കുന്നത് ഈ ഫ്ലോർ സാക്ഷിയാവേണ്ടി വന്നിട്ടുണ്ട്. വളരെ മോശപ്പെട്ട രീതിയിൽ